ഗായ്സ്, ഇന്ന് സോണിയുടെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല, ആഫ്റ്റർ 2 days. അപ്പൊ ഞങ്ങൾ പുള്ളിക്കാരിക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷെ ഭയങ്കര ക്രൂക്കഡാണ് പുള്ളിക്കാരി. പെട്ടെന്ന് സസ്പെൻസ് ഒക്കെ പൊക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ ഭയങ്കര രഹസ്യമായിട്ട് ഇത് ചെയ്യാനാണ് പ്ലാൻ. പക്ഷെ പുള്ളിക്കാരിക്ക് എന്തൊക്കെ ഐഡിയാസ് ഉണ്ടെന്നാണ് തോന്നുന്നത്, മനസ്സിലായി കാണും. നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പറ്റരുത്, അതാണ് പുള്ളിക്കാരിയുടെ എയിം. പക്ഷേ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ഞങ്ങൾ ഓൾറെഡി കുഞ്ഞു പുള്ളിക്കാരിക്ക് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഡ്രസ്സും കൂടെ എടുത്ത് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ നാളെ ആയിരിക്കും നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത്. ആ വീഡിയോയും ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോസിൽ മുഴുവൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് പാക്കിങ്ങും അവൾക്ക് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങും ഒക്കെയാണ്. ഞങ്ങൾ കിഴിപ്പൊറോട്ടയും നല്ല കടല പായസമൊക്കെ പുള്ളിക്കാരി ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പുള്ളിക്കാരിയെ സർപ്രൈസ് ചെയ്യാനായിട്ടാണ് പ്ലാൻ. സോ പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ പുള്ളിക്കാരി വന്നു. ഞങ്ങൾ ഇറ്റ്സ് എ ഗേളിൻ്റെ പോപ്പറാണ് നമുക്ക് കിട്ടിയത്, അത് തന്നെ പൊട്ടിച്ചു ഞങ്ങൾ. ഇറ്റ്സ് എ ഗേൾ. അങ്ങനെ പുള്ളിക്കാരി ശരിക്കും സർപ്രൈസ്ഡ് ആയി കേട്ടോ. എന്തായാലും ഞങ്ങൾ ഉള്ള മേടിച്ച ഗിഫ്റ്റെല്ലാം സൈഡിൽ സെറ്റ് ചെയ്തിട്ട് ഒരു കേക്കൊക്കെ വെച്ച് പുള്ളിക്കാരി എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹെസിറ്റൻ്റ് ആയിരുന്നു ആദ്യം അങ്ങോട്ട് പോവാൻ. കരയുമെന്ന് വിചാരിച്ചു, പക്ഷേ തെണ്ടി കരഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി നാടും വീടും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു വിഷസ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ഇമോഷണലായി. കരച്ചിലിനും നിലവിളിക്കുമൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നല്ല കിഴിപ്പൊറോട്ടയും നല്ല കടലപ്പായസമായിരുന്നു. ഇനി നമ്മുടെ ഫേവറേറ്റ് പാർട്ട്, ഗിഫ്റ്റ് ഓപ്പണിങ്. ഓരോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തപ്പോഴും പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷീ നെവർ എക്സ്പെക്റ്റഡ് ദിസ്. അപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്കും ഉണ്ടായിരുന്നു. നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടത് പുള്ളിക്കാരിയുടെ ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണല്ലോ എന്നാലോചിക്കുമ്പോൾ അത് മറ്റൊരു സന്തോഷം. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഒരു സൈഡിൽ ആ കേക്ക് ഒറ്റയ്ക്ക് വെട്ടി വിഴുങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. താങ്കളുടെ ബർത്ത്ഡേയും താങ്കളുടെ കേക്കുമായ സ്ഥിതിക്ക് താങ്കൾ തന്നെ വൃത്തിയാക്കുന്ന ജോലിയും ഏറ്റെടുത്തോളാം, ഞങ്ങൾ നൈസായിട്ട് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.